ഇനിയിപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല എന്നും ഉണ്ടാക്കിയത് ഒട്ടും അങ്ങോട്ട് ശരിയായില്ല എന്നൊന്നും ആരും പറയാൻ നിൽക്കണ്ട. വളരെ എളുപ്പത്തിൽ എന്നാലോ ഒരുപാട് ടേസ്റ്റിൽ തന്നെയുള്ള ബിരിയാണി കുക്കിംഗ് ഒട്ടും അറിയാത്തവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ടേ എടുക്കുന്ന സാധനങ്ങളുടെ അളവും കുക്ക് ചെയ്യേണ്ട സമയമൊക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എങ്ങനെയാ തുടങ്ങുകയല്ലേ? ഇനിയിപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പിൽ ബിരിയാണികൾ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇതൊന്ന് കണ്ടു നോക്കൂ. നമ്മുടെ പാലക്കാട് സ്റ്റൈലിലുള്ള ബിരിയാണി നിങ്ങളും ഇതേ രീതിയിൽ തന്നെയാണോ ഉണ്ടാക്കണമെന്നുള്ളത് നോക്കാമല്ലോ. ബിരിയാണി പത്രത്തിലേക്ക് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഈ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട്. ഇനിയിപ്പോൾ കുക്കിംഗ് ഓയിൽ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അതാണെങ്കിലും യൂസ് ചെയ്യാം. അതിനകത്തേക്ക് ആദ്യം ഇട്ട് കൊടുത്തത് ഈ സ്പൈസസ് ആണ്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് മുറിച്ചെടുത്തതും കൂടെ ചേർക്കുന്നുണ്ട്. 1 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇത് ആവശ്യത്തിന് ചൂടായി വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അതിലേക്ക് ചേർക്കുന്നത് മീഡിയം സൈസിലുള്ള 3 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് 3-4 മിനിറ്റ് സമയം ഇളക്കിയെടുക്കുമ്പോഴത്തേനും സവാളയും ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയുള്ളി ചതച്ചെടുത്തതും കൂടെ ചേർക്കുന്നുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ 2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേനും അതിന്റെ പച്ചമണം പോയി വരും. ഇനിയിപ്പോൾ അതിലേക്ക് ചേർക്കുന്നത് മല്ലിയില ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് ഏകദേശം 1 പിടി അളവിൽ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 പിടി അളവിൽ തന്നെയുള്ള പുതിനല ചതച്ചെടുത്തതും കൂടിയാണ് കേട്ടോ ചേർക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതായത് ഈ മല്ലിയും പുതിനയും സവാളയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരുന്നത് വരെ. എന്നിട്ട് അതിലേക്ക് ചേർക്കുന്നതുണ്ടല്ലോ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീർ ചില്ലി പൗഡറുമാണ് കേട്ടോ. കാശ്മീർ ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിരിക്കുന്നത്. സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് ആ മസാല ഈ പൊടികളും നമ്മുടെ സവാളയും എല്ലാം നന്നായിട്ട് മിക്സായി വരുന്നത് വരെയും ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുത്തു. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ തൈര് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിനെയും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/2 kg അളവിലുള്ള ചിക്കൻ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ മസാലയൊന്നും ആഡ് ചെയ്തിട്ടില്ല, പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഗ്യാസ് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2-3 മിനിറ്റ് സമയം ഒന്ന് ഇളക്കിയെടുക്കാം. അതായത് ഈ ചിക്കനിലെ മസാലയെല്ലാം മിക്സ് ആയിട്ട് വരണത് വരെയും. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഞാനിതിനകത്ത് ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു, തക്കാളി ചേർക്കാനായിട്ട്. നമ്മൾ ഈ ചിക്കൻ ആഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപേ തൈരൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് തന്നെ തക്കാളി കൂടെ ചേർക്കേണ്ടതാണ്. ഞാനത് വിട്ടുപോയിട്ടുണ്ട്. അത് ഞാൻ എന്നിട്ട് ഇപ്പോഴാണ് കേട്ടോ ചേർത്തത്. അപ്പം നമ്മൾ 3-4 മിനിറ്റ് സമയം അടച്ചു വെച്ച് തുറക്കുമ്പോഴത്തേനും ചിക്കനിൽ നിന്ന് വെള്ളം വന്ന് തുടങ്ങുമല്ലോ. ആ സമയത്ത് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചിക്കൻ വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചത്. എന്നിട്ട് കുറച്ച് സമയം, അതായത് ഒരു 10 to 15 മിനിറ്റ് സമയം അടച്ചു വെക്കാം. ഓരോ ചിക്കൻ്റെ മൂപ്പിനും ഈ നമ്മളെടുക്കുന്ന പീസിൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ചിട്ട് അത് വെന്ത് വരാനുള്ള സമയം വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ചിക്കൻ മുഴുവനായിട്ട് വെന്ത് വരേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു പകുതി വേവൊക്കെ ആകുമ്പോഴത്തേനും തന്നെ നമ്മളിതാ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ഇന്നിപ്പോൾ എടുത്തിരിക്കുന്നത് 3 ഗ്ലാസ് അളവിലുള്ള അരിയാണ് കേട്ടോ. ഏകദേശം 1 kg അളവിലില്ല, എന്നാൽ 1/2 kgനേക്കാളും കുറച്ച് കൂടുതലുണ്ട്. അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അരി കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് സമയം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അതായത് ഈ മസാലയും റൈസും എല്ലാം നന്നായിട്ട് മിക്സായി വരുന്നത് വരെയും. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ആവശ്യമായ ഉപ്പ് മാത്രമാണ് ചേർത്തിരുന്നത്. ഇപ്പോൾ ഈ അരിയുടെ അളവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. കൂട്ടത്തിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന അളവിലാണ് കേട്ടോ വെള്ളം ഒഴിച്ചത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും 1 മൂടി നാരങ്ങയുടെ നീരും പിന്നെ നെയ്യും ഇപ്പോഴാണ് കേട്ടോ നമ്മൾ ചേർക്കാറുള്ളത്. ഫസ്റ്റ് വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഓയിൽ മാത്രമാണല്ലോ ഒഴിച്ചത്. അപ്പം നെയ്യും ഇപ്പം ഇതിൻ്റെ മുകളിലേക്കാണ് ഒഴിക്കാറുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളച്ച് വരുന്നത് വരെ വെക്കും. തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഈ ഒരു പരുവത്തിലാവുന്നത് വരെ വെക്കാറുള്ളത്. പിന്നെ ഇടയ്ക്കൊക്കെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കാറുണ്ട്. ഉപ്പെല്ലാം പാകാണോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിൽ, അതായത് ഈ കുഴമ്പൻ രൂപത്തിൽ എന്നൊക്കെ പറയില്ലേ, വെള്ളമെല്ലാം വറ്റിയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനെ എല്ലാത്തിനെയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഈ കാണുന്ന രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് മല്ലിയിലയും പുതിനയിലയും കൂടെ രണ്ടും കൂടെ ഏകദേശം 1 പിടി അളവിലുള്ളത് പോലെയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് ഇനി നമ്മൾ ദമ്മിടാറാണ് പതിവ്. ഞാൻ ഈ അരി ഇട്ടപ്പോൾ തന്നെ അപ്പുറത്തൊരു പാത്രത്തിനകത്ത് വെള്ളം തിളച്ച് വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിയിലൊരു ദോശക്കല്ലും മുകളിൽ ചൂടുവെള്ളവും ആയിട്ടാണ് നമ്മൾ ദമ്മിടാറുള്ളത്. മുൻപ് ഞാൻ കാണിച്ചിട്ടുണ്ട്. കത്തിച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് കത്തിച്ച് വെച്ചിട്ട് അരമണിക്കൂർ ഇതേപോലെ തന്നെ വെക്കും. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ കൂടെ വെക്കും. അങ്ങനെയാണ് നമ്മൾ ദമ്മിട്ടെടുക്കാറുള്ളത്.
ഇനിയിപ്പോൾ ഇങ്ങനെ ദമ്മിടാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവിൽ എന്നുള്ള വെള്ളം എടുത്തിരുന്നല്ലോ, അതിന് പകരം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് അളവിൽ എന്നുള്ള വെള്ളം എടുത്തിട്ട് ഏകദേശം വറ്റി അരി ഏകദേശം പാകമായിട്ട് വരുന്ന സമയത്ത് അതിനെ അതേപോലെ തന്നെ അടച്ചു വെച്ചിട്ട് മുകളിൽ എന്തെങ്കിലും വെയിറ്റ്, ഇപ്പോൾ നമ്മുടെ ഇടികല്ല് പോലുള്ള അങ്ങനെയുള്ള വെയിറ്റ് ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും വെച്ചാലും ഇതേപോലെ സെറ്റായി വരാറുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ചെയ്യാറുള്ളത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മൾ ദമ്മിട്ട് വെച്ചത് അരമണിക്കൂർ കത്തിച്ച് വെച്ചും ഓഫ് ചെയ്ത് വെച്ച് അരമണിക്കൂറും കൂടെ 1 മണിക്കൂറിന് ശേഷം തുറന്ന് ഇളക്കി കൂടെ എടുത്താൽ പാകത്തിന് വെന്ത് ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.